പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസ് പോലീസ് അവസാനിപ്പിക്കുന്നു. പരാതി വ്യാജമെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. പോലീസിന് മുൻപിലും മജിസ്ട്രേറ്റിന് മുൻപിലും പെൺകുട്ടി നൽകിയ മൊഴിയിൽ പീഡനം നടന്നതായി പറഞ്ഞിട്ടില്ല. രജിസ്റ്റർ ചെയ്ത 2 FIRഉം ക്ലോസ് ചെയ്തതായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ജ്യോതിഷ് മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ജ്യോതിഷ്, അങ്ങേയറ്റം ഞെട്ടലോടുകൂടി കേരളം കേട്ടിരുന്ന ഒരു വാർത്തയാണ്. അതിൽ പെൺകുട്ടി പറഞ്ഞത് സർവത്ര കളവായിരുന്നു എന്ന് പോലീസ് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? സുപ്രഭാതം ബിനിൽ. ഇന്നലെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കലഞ്ഞൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. പത്തനംതിട്ട കലഞ്ഞൂരിൽ കൂടൽ പോലീസാണ് ഇത് കേസ് എടുക്കുന്നത്. ആദ്യം തന്നെ ഈ കുട്ടിയുടെ സഹപാഠികളായ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. അതിൽ 6 പേരാണ് കസ്റ്റഡിയിലുള്ള, 2 പേർ മുതിർന്ന വ്യക്തികളുമായിരുന്നു. അങ്ങനെ 6 പേരാണ് കസ്റ്റഡിയിലായത്. വൈകുന്നേരം വരെ അവരെ ചോദ്യം ചെയ്തു. ഈ കുട്ടിയെ അതിനൊപ്പം തന്നെ മറ്റ് കൗൺസിലിങ്ങിന് വിധേയമാക്കി, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. വൈദ്യപരിശോധന ഫലത്തിൽ കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കുട്ടി ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും അതുപോലെ തന്നെ പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിലും ലൈംഗിക ചൂഷണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞതോടെയാണ് ഈ ആദ്യം കൊടുത്ത മൊഴിയിലും അതുപോലെ രണ്ടാമത് ഉള്ള ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യം പോലീസിനെ കണ്ടെത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ സാഹചര്യങ്ങളുമായി ഈ കുട്ടി പറയുന്ന ആ ഒരു ഒരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ല. അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തിയപ്പോഴാണ് ഈ കേസ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. 2 FIRകളാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ഈ സ്കൂളിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ഒരു വീട്ടിൽ വെച്ച് പീഡനം നടന്നെന്നും അതുപോലെ തന്നെ സ്കൂളിന്റെ പരിസരത്ത് വെച്ചുള്ള ഒരു പീഡനം, അങ്ങനെ 2 FIR രജിസ്റ്റർ ചെയ്ത് 2 കേസുകളാണ് എടുത്തത്. ഈ 2 കേസുകളാണ് ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് FIR രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യത്തിൽ കോടതിയെ ഈ വിവരം ധരിപ്പിച്ച് കോടതിയിൽ ഇതിന്റെ കാര്യവിവരം റിപ്പോർട്ട് സഹിതം നൽകിയതിനു ശേഷമായിരിക്കും ഈ FIR റദ്ദാക്കി ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കൂടൽ പോലീസ് കടക്കുന്നത്. ഏതായാലും ഈ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു ഈ മൊഴി ഉണ്ടായിരുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിംഗിനായിരുന്നു ഈ 13-കാരിയായ 9ാം ക്ലാസ്സുകാരി ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് വ്യക്തമാണ്. അപ്പോൾ ഈ കുട്ടി പ്രണയ നൈരാശ്യം കൊണ്ട് നുണ പറഞ്ഞു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അങ്ങേയറ്റം ഞെട്ടലോടുകൂടി കേരളം കേട്ട, അതിൽ മന്ത്രിമാരുൾപ്പെടെ ഇടപെടൽ നടത്തിയ, പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഭവത്തിലാണല്ലോ ഈ കുട്ടി പെട്ടെന്ന് ഇങ്ങനെയല്ല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, അവർ കുട്ടിക്കളി എന്ന വിധത്തിലാണോ, എന്തർത്ഥത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് കൂടുതലായി നൽകുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ടെല്ലാം പോലീസ് സംസാരിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഈ പ്രണയ നൈരാശ്യം എന്നൊക്കെ പറയുന്നത് ഈ കുട്ടിയുടെ കാര്യത്തിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ സംശയമുണ്ടല്ലോ. കാരണം 13 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എന്താണ് പോലീസ് വളരെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നത് ഇക്കാര്യത്തിൽ? കാരണം ഇത് കോടതിയിൽ പോയി കഴിയുമ്പോൾ വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകണമല്ലോ. കാരണം പോക്സോ കേസ് കൂടിയാണ്. തീർച്ചയായിട്ടും പിന്നിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കുട്ടിയെയും അതുപോലെ തന്നെ ഈ സഹപാഠികളെല്ലാം തന്നെ കൂടൽ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരോടെല്ലാം ഈ കാര്യവിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഈ ഒടുവിൽ ഈ കുട്ടി പറയുന്നത് പ്രണയനൈരാശ്യത്തിനെ തുടർന്ന് താൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കുട്ടി അവസാനം പോലീസിന് മൊഴി നൽകിയത്. ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളൊരു മൊഴി കുട്ടി ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസിന് നൽകി. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും അത്തരത്തിൽ ഒരു സംഭവങ്ങളൊന്നും തന്നെ കുട്ടി പറയുന്നില്ല. അതുപോലെ സാഹചര്യങ്ങളുമായും ഒന്നും തന്നെ ഇത് പൊരുത്തപ്പെടുന്നില്ല. അത്തരത്തിലൊരു നിരീക്ഷണത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ എങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രണയനൈരാശ്യത്തിൻ്റെ ഒരു സംഭവത്തിൽ ഇത് എങ്ങനെ ഇത്തരത്തിലൊരു പീഡനം എന്നുള്ളൊരു ആരോപണത്തിലേക്ക് ഈ 9ാം ക്ലാസ്സുകാരി അല്ലെങ്കിൽ 13-കാരിക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ തുടർ നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിനൊക്കെ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും നിലവിൽ ഈ കേസ് അവസാനിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കൂടൽ പോലീസ് പോകുന്നത്. 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്ത 2 FIRകൾ അങ്ങേയറ്റം ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ആ കുട്ടി ചൈൽഡ് ലൈൻ അധികൃതർക്ക് നൽകിയിട്ടുള്ള മൊഴിയിലാണ് ഈ കൂട്ടബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി പറഞ്ഞിരുന്നത്. അതിൽ പല വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. 50-ലധികം പേർ ചേർന്ന് ഒരു കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച ഒരു വ്യക്തി കൂടി ഇതിലുണ്ട് എന്നതടക്കമുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ, മറ്റൊരു പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പലയിടങ്ങളിൽ വെച്ച് ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിന്നു അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തിയാകാത്ത 5 കുട്ടികൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം
വിട്ടയച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകാൻ പോവുകയാണ് എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ വലിയ എന്തൊക്കെയോ പ്രത്യാഘാതങ്ങളൊന്നും ആലോചിക്കാതെ, കൂടെ നിൽക്കുന്ന ആളുകളെ ഒന്നും തിരിച്ചറിയാതെ ഇത്ര വലിയ നുണയെല്ലാം പറയുന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി തന്നെയാണ് ഇക്കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ കൃത്യമായ പാതയിലേക്ക് നയിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ള ആലോചനകൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് കൂടിയാണ്. ജ്യോതിഷ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.